السلام عليكم ورحمة الله وبركاته. الحمد لله الذي نشر بقدرته البشر وصرف بحكمته وقدر وابتعث محمدا صلى الله عليه وسلم إلى كافة أهل البدو والحضر فأحل وحرم وأباح وحضر وابتلاه في بداية النبوة بمداراة من كفر فدخل دار الأرقم واختفى واستتر إلى أن أعز الله الإسلام برجال كأبي بكر وعمر فصلوات ربي وسلامه عليه وعلى جميع أصحابه الميامين الغرر وسلم تسليما كثيرا. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരെ, ഏറെ ശ്രദ്ധേയവും പഠനാർഹവുമായൊരു വിഷയമാണ് ഇവിടെ സംസാരിക്കാനുള്ളത്. അതെവിടെ പറഞ്ഞു തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം എന്നറിയാത്ത വിധം പാരാവാരം കണക്കെ പരശതം പേജുകളിൽ നിറഞ്ഞു കിടക്കുന്ന ഒരു മഹൽ വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പുണ്യ പ്രദോഷത്തിൽ വെള്ളിയാഴ്ച ജുമുഅ ദിവസം അനുഗ്രഹീത സമയം, അനുഗ്രഹീതമായ ഭവനം, ഈ വിഷയം പഠിക്കാൻ നമ്മളെ ഒരുമിച്ച് കൂട്ടി ഈ മഹാഭാഗ്യം കനിഞ്ഞ അള്ളാഹു ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട വേദിയിൽ സ്വർഗത്തിൽ ഒരിടം കാണാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരവിത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ സ്വർഗത്തിൽ അതിൻ്റെ അത്യുന്നതങ്ങളിൽ ഒത്തുകൂടാൻ നമ്മളെ എല്ലാവരെയും അള്ളാഹു തുണക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിൻ്റെ നല്ല മുറാദുകൾ അള്ളാഹു നമുക്ക് നേടിത്തരുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാകട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ എല്ലാം പ്രയാസങ്ങളെ നാഥൻ അകറ്റുമാറാവട്ടെ. രോഗശയ്യകളിൽ ശയ്യാവലംബികളായി കിടക്കുന്ന പല സഹോദരന്മാരും സഹോദരികളും നമുക്കുണ്ട്. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്ത മഹത്തുക്കൾ, മഹദികൾ, മാരകമായ രോഗങ്ങളിൽ നിന്ന് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിയെ രക്ഷപ്പെടുത്തിയ അള്ളാഹു അവനാണ് രക്ഷകൻ, അവനാണ് അഷ്റാഫി. അള്ളാഹു നമ്മുടെ സഹോദരങ്ങൾക്കും സഹോദരികൾക്കും അവനിൽ നിന്നുള്ള ശിഫ കനിയുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ആഫുവും ആഫിയത്തും അവരിലും നമ്മളിലും അള്ളാഹു അവതരിപ്പിക്കുമാറാവട്ടെ. സഹാബികളുടെ സൽമാതൃകകൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ അതിലേറെ ശ്രദ്ധ ഉണർത്തിയ ഒരു വിഷയം ആദരവിത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളുടെ എണ്ണം നമ്മൾ നോക്കുമ്പോൾ 1,00,000-ൽ പരം സഹാബികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിൻ്റെ മാസങ്ങൾക്കിപ്പുറം അവിടുത്തെ വിടവാങ്ങൽ ഹജ്ജത്തുൽ വദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം 1,00,000-ൽ പരം ഹാജിമാരുണ്ടായിട്ടുണ്ട്. ഈ ഹാജിമാരിൽ ഏറ്റവും കൂടുതൽ ആളുകളെ രേഖപ്പെടുത്തിയത് ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ അദ്ദേഹത്തിൻ്റെ അൽ ഇസാബ ഫി തമീസി സഹാബ എന്ന് പറയുന്ന കിതാബിലാണ്. സഹാബികളുടെ ജീവചരിത്രം ക്രോഡീകരിച്ച ഏറ്റവും മഹൽ രചനയാണ് അൽ ഇസാബ. 9477 സഹാബികളുടെ പേരുകളാണ് ഇമാം ഇബ്നു ഹജർ അൽ ഇസാബയിൽ നൽകിയത്. 1522 സഹാബ വനിതകളെ അവരുടെ പേരുകൾ നൽകി. പിന്നെ 1268
വിളിപ്പേരുകൾ നൽകി. പേരുകൾ ഇപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേര് അബ്ദുള്ള, ഉമർ റളിയല്ലാഹുവിന്റെ പേര് ഉസ്മാൻ, അലി, ഇങ്ങനെ പേരുകൾ നൽകി 9477 പേരുകൾ അലിസാബയിലുണ്ട്. പിന്നെ വിളിപ്പേരുകളുള്ള സഹാബികൾ, ചില സഹാബികൾ വിളിപ്പേരിലാണ് വിശ്രുതർ. ഇപ്പൊ അബുദർദ, ഇങ്ങനെയുള്ള വിളിപ്പേരുകൾ. അത് 1268 പേർ. സ്ത്രീകളായിട്ടുള്ള സഹാബത്ത് തങ്ങൾ ഭാര്യമാർ ഉൾപ്പെടെയുള്ള മഹദികൾ 1522 പേർ. മൊത്തം എണ്ണം നോക്കൂ നിങ്ങൾ, 7000 കവിയില്ല. പറയുമ്പോൾ 1,00,000 പരം സഹാബികളുണ്ട്. ഇവർ വിശുദ്ധ മദീനയിൽ, വിശുദ്ധ മക്കയിൽ ശേഷിക്കുകയും ശിഷ്ടജീവിതം അവർ അവിടെ തുടർത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ അവരൊക്കെയും അറിയപ്പെടുകയും അവരുടെ പേര് വിവരങ്ങളൊക്കെയും ഉദ്ധരിക്കപ്പെടുവാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഈ സഹാബികളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയത്ത് ഓതിയതിനനുസരിച്ച് ഈ ദീനിനെ എത്തിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവർ അഭ്യസിച്ച് നേടിയത് പകരാനും പടർത്താനും അവർ മദീന വിടുകയാണ് ഉണ്ടായത്. തങ്ങൾ പഠിച്ചത് പകർത്താൻ അവർ പ്രയാണം കുറിച്ചു. വിശുദ്ധ മദീനയിൽ സഹിച്ച് ജീവിച്ച് മദീനയിൽ മരിച്ചാൽ അവർക്കുള്ള പുണ്യം മഹനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മദീനയുടെ ജീവിതം, അവിടുത്തെ ജീവിത ക്ലേശം, അതിൽ സഹിച്ച് വല്ലവരും മദീനയിൽ ജീവിച്ച് മരിച്ചാൽ അങ്ങനെ അവനുള്ള ഷഫീഉം ഷഹീദും ഞാനാണ് എന്നാണ് ഇസ്ലാം പറഞ്ഞത്. അവന് അന്ത്യനാളിൽ ഷഫാഅത്ത്, ശുപാർശ നിർവഹിക്കാനും അവൻ അനുകൂലമായി അന്ത്യനാളിൽ സാക്ഷി നിൽക്കാനും ഞാനുണ്ട് എന്ന് ഇസ്ലാം പറഞ്ഞു. കുന്തു ഷഹീദൻ ഔ ഷഫീഅൻ ലഹു യൗമൽ ഖിയാമ. മദീനയിൽ മരണപ്പെടുന്നതിന്റെ മഹത്താണ്. പിന്നെ ബഖീ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുക എന്ന് പറഞ്ഞാൽ അതും പുണ്യം മഹനീയം. വിശ്വാസിയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ ഗഫിർ ലിഅഹ്ലി ബഖീനിൽ ഖർഖദ്. ബഖീ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർക്ക് അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ എന്ന്. അത് അവിടെ അന്ന് മരിച്ച് മറമാടപ്പെട്ടവരുടെയും പിന്നീട് മരിച്ച് മറമാടപ്പെടുന്ന വിശ്വാസികളുടെയും വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ഇരുന്നതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ മദീനയിൽ മരണം വരിച്ച ഒരാൾ ബഖീ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുക എന്ന് പറഞ്ഞാൽ ഇത് മഹാഭാഗ്യമാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടും അൽ മദീനത്തു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ, ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ മദീനയാണ് അവർക്ക് ഉത്തമം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ബോധനമൊക്കെ കേട്ടിട്ടും സഹാബത്ത് അവർക്ക് ഏറ്റവും സ്വാർത്ഥമായ, ഏറ്റവും ഇഷ്ടമായ വിശുദ്ധ മദീനയെ വിട്ട് അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് പ്രാമുഖ്യം കൽപ്പിച്ച് ഈ ദീൻ, സത്യദീൻ എത്തിക്കുക എന്ന മഹൽ ലക്ഷ്യം, അതിന് പ്രാധാന്യം കൽപ്പിച്ചവർ യാത്രയാവുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് 1,00,000 പരം സഹാബികൾ, അവരിൽ വളരെ ചുരുക്കം ആളുകളാണ് അവരുടെ പേര് വിവരങ്ങളും കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ടത്. അവരുടെ പേര് വിവരങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടാലും ഇല്ലെങ്കിലും അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ, അള്ളാഹുവിൻ്റെ രേഖയിൽ ഇടം കണ്ടിട്ടുണ്ട്, അതും സ്തുത്യർഹമായ നിലക്ക് എന്നുള്ളത് യാഥാർത്ഥ്യം. പല സഹാബികളെയും നമ്മൾ ഹദീസുകൾ വായിക്കുമ്പോൾ അവരുടെ പേര് നമ്മൾ വായിക്കുന്നില്ല, പക്ഷെ അവരുടെ സൽസ്മരണ
നമ്മുടെ മനസ്സിൽ മങ്ങാതെ മായാതെ നിലനിൽക്കും വിധം രേഖപ്പെടുത്തപ്പെട്ടു എന്നുള്ളതാണ് അവരുടെ വിഷയത്തിൽ നമ്മൾ വായിക്കുന്ന ചരിത്രം. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, പ്രസ്തുത ഹദീസ് ഏറ്റവും കൂടുതൽ സഹാബികളെ വായിക്കുമ്പോൾ മനസ്സിൽ തറച്ച ഒരു ഹദീസാണ്. ഉബയ്യ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കാന റജുലുൻ അബ്അദ ലാ അഅലമു അഹദൻ അബ്അദ മിനൽ മസ്ജിദി അല്ലെങ്കിൽ അനിൽ മസ്ജിദി മിൻഹു എന്നാണ്. ഒരു വ്യക്തി മസ്ജിദിൽ നിന്ന് അയാളായിരുന്നു ഏറ്റവും വിദൂരത്ത് താമസിച്ചിരുന്നത്. മസ്ജിദുൽ നബവിയിൽ നിന്ന് അദ്ദേഹമായിരുന്നു ഏറ്റവും വിദൂരത്ത് താമസിച്ചിരുന്നത്. അയാളേക്കാൾ മസ്ജിദിൽ നിന്ന് വിട്ട് താമസിക്കുന്ന ഒരാളെ എനിക്കറിയില്ല എന്നാണ് ഉബയ്യ് ഇബ്നു കഅബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നത്. ആ വ്യക്തി കാന റജുലുൻ എന്നാണ്. ഒരു വ്യക്തി മസ്ജിദുൽ നബവിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ വീടായിരുന്നു ഏറ്റവും വിദൂരത്ത്. പക്ഷേ ലാ തുഫ്തിഉഹു സലാത്തുൻ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു നിസ്കാരവും അദ്ദേഹത്തിന് ലഭിക്കാതിരുന്നിട്ടില്ല. എല്ലാ നിസ്കാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തെ കുറിച്ചാണ് ഉബയ്യ് പറയുന്നത്. എന്താ അദ്ദേഹത്തിന്റെ വിശേഷം? വളരെ ദൂരത്തു നിന്നാണ് അദ്ദേഹം വരുന്നത്. ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ വീടാണ്. അപ്പൊ ആളുകൾ പറഞ്ഞു, ലവി ഇശ്തറൈത ഹിമാറൻ തർകബുഹു ഫി ബൽമാഇ വറംദ. താങ്കൾ ഒരു യാത്രാമൃഗം, അന്ന് യാത്രാമൃഗം സാധാരണക്കാർക്ക് തരപ്പെടുന്നത് കഴുതയാണ്, അക്രമക്കുമുള്ള. താങ്കൾ ഒരു കഴുതയെ വാങ്ങിയാൽ താങ്കൾക്ക് അത് വാഹനമാക്കിയിട്ട് വീട്ടിൽ നിന്ന് മസ്ജിദുൽ നബവിയിലേക്ക് എല്ലാ നിസ്കാരത്തിനും, 5 വക്ത് നിസ്കാരത്തിനും, ഒരു നിസ്കാരവും പിഴക്കൂല എന്നുള്ളതാണ്, എല്ലാത്തിനും എത്തും. അപ്പോൾ ഒരു യാത്രാമൃഗത്തെ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ താങ്കൾക്ക് ബൽമായിലും റമദായിലും അതിമ കയറിയിട്ട് വരാം. ബൽമ എന്ന് പറഞ്ഞാൽ ഇരുട്ട്, റംദ എന്ന് പറഞ്ഞെങ്കിൽ ചൂട്. മദീനത്തിന്റെ കാലാവസ്ഥ എന്താ? മദീനയിൽ തണുപ്പാണ് എങ്കിൽ അതിശൈത്യാണ്, ചൂടാണ് എങ്കിൽ അത്യുഷ്ണാണ്. അന്നും ഇന്നും മദീനയുടെ കാലാവസ്ഥ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ നേരത്തെ കേൾപ്പിച്ച ഹദീസിൽ മൻ സബറ അലാ ലവാഇഹ എന്ന് പറയുന്നത്, മദീനയുടെ കാലാവസ്ഥയുടെ കെടുതിയിൽ വല്ലവരും ക്ഷമിച്ച് മദീനയിൽ സഹിച്ച് ജീവിച്ചാൽ കുന്തു ഷഹീദൻ ലഹു ഔ ഷഫീഅൻ എന്ന് പറഞ്ഞത്. മദീനയുടെ കാലാവസ്ഥ ചൂടായാലും തണുപ്പായാലും അസഹ്യാണ്. അപ്പൊ അദ്ദേഹത്തോട് പറയാണ്, കൊടിയ ചൂടിൽ ഈ മരുപ്പറമ്പിനെ കീറി മുറിച്ച് നിങ്ങൾ മസ്ജിദുൽ നബവിയിലേക്ക് നടന്നല്ലേ വരുന്നത്. അപ്പോൾ സവാരിക്ക് ഒരു യാത്രാമൃഗത്തെ വാങ്ങിയാൽ, അതേപോലെ തന്നെ കൊടിയ ഇരുട്ടിൽ രാത്രി മസ്ജിദിലേക്ക് വരാൻ പോകാൻ ഒരു യാത്രാമൃഗത്തെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് നിങ്ങൾ വാങ്ങിയാൽ എന്ന് പറയണം. ചില നിവേദനങ്ങളിൽ കാണാം വഴി ദുർഘടാണ്. അതുകൊണ്ട് തന്നെ ഹവാം എന്ന് പറഞ്ഞെങ്കിൽ ഈ വിഷജീവികൾ, മദീനയിൽ വിഷജീവികളുണ്ട്. ലാ തദുറുക്കൽ ഹവാം, ഒരു മൃഗത്തെ വാങ്ങി അതിൻ്റെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ വിഷജീവികൾ താങ്കൾക്ക് ഉപദ്രവവും വരുത്തൂല. അപ്പം നിങ്ങൾക്ക് നല്ലതൊരു ഹിമാറിനെ യാത്രാമൃഗമായിട്ട് വാങ്ങലാണ് എന്ന് അദ്ദേഹത്തോട് ആളുകൾ പറഞ്ഞു എന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം, മാ യസുറുനി അൻ യകൂന ബൈതി ജംബൽ മസ്ജിദ്. എൻ്റെ വീട് മസ്ജിദിൻ്റെ പരിസരത്താകുന്നത് എനിക്ക് ഒരു താല്പര്യമല്ല. എന്തുകൊണ്ട്? ഇനി ഉരീദു അൻ യുക്തബലി മംശായ ഇലൽ മസ്ജിദ് വ ഇൻദമാ അർജിഉ ഇലാ അഹ്ലി. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മസ്ജിദിലേക്ക് വരുമ്പോൾ എൻ്റെ കാൽവപ്പുകൾ അത് ഓരോന്നും എനിക്ക് അനുകൂലമായി എഴുതപ്പെടാനും തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആ കാൽവപ്പുകളും എനിക്ക് അനുകൂലമായി എഴുതപ്പെടാനും ഞാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നടന്നു വരണം, എനിക്ക് നടന്നുകൊണ്ട് തന്നെ മടങ്ങും വേണം. ഒരു യാത്രാമൃഗം ഞാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല എന്നാണ് ആ സഹാബി, ആ ഒരു റജുൽ വ്യക്തി, അന്ന് ഉബയ്യ്
എന്നെ റളിയല്ലാഹുവിനോടും അദ്ദേഹത്തോട് ഈ ആവശ്യം ഉന്നയിച്ച ആളുകളോടും അവതരിപ്പിക്കുകയുണ്ടായത്. ഇത് തിരുസവിധത്തിൽ അവതരിപ്പിക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയപ്പെട്ടു, തിരുദൂതരെ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു യാത്രാമൃഗത്തെ തരപ്പെടുത്താൻ, പക്ഷെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതാണ്. അപ്പൊ നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ജമഅ അല്ലാഹു ലഹു ദാലിക കുല്ലഹു എന്നാണ്. അദ്ദേഹം എന്താണോ മനസ്സിൽ നട്ടത് ആ നന്മകളെല്ലാം, ഓരോ കാൽവെപ്പിനുമുള്ള പുണ്യം. മസ്ജിദിലേക്ക് നടക്കുമ്പോൾ എന്താ, ഒരാൾ മസ്ജിദിലേക്ക് നിസ്കരിക്കാൻ ഉദ്ദേശിച്ചു വന്നാൽ ലാ യഖ്തു ഖുത്വതൻ, ഓരോ കാൽവെപ്പ് എഴുതും കുത്തിബത്ത് ലഹു ഹസന, ഒരു നന്മ അദ്ദേഹത്തിന് എഴുതപ്പെടും. വ മുഹിയത് അൻഹു സയ്യ, ഒരു തിന്മ അയാളെ തൊട്ട് മായ്ക്കപ്പെടും. അതാണല്ലോ അദ്ദേഹം ആ വിദൂരതയിൽ നിന്ന് മസ്ജിദ് നബവിയിലേക്ക് നിസ്കരിക്കാൻ ഓരോ കൽവെപ്പ് നടത്തുമ്പോഴും അദ്ദേഹം ലക്ഷ്യമാക്കിയ എല്ലാ നന്മകളും അദ്ദേഹത്തിന് എഴുതപ്പെട്ടിരിക്കുന്നു, തിന്മകൾ മായ്ക്കപ്പെടുന്നതും അദ്ദേഹത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. ഇതാണ് സഹാബികളിൽ ഒരാൾ, കാന റജുലുൻ, ഒരു വ്യക്തി. ഇത് അബൂബക്കർ അല്ല, ഉമർ അല്ല, ഉസ്മാൻ അല്ല, അലി റളിയല്ലാഹു അൻഹു അല്ല, സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട സഅദ് ഇബ്നു അബി വഖാസ് അല്ല, സഈദ് ഇബ്നു സെയ്ദ് അല്ല, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അല്ല, അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് അല്ല, തൽഹയും സുബൈറുമല്ല. ഈ വ്യക്തി ആര് എന്നുള്ളത് പേര് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. പക്ഷെ സഹാബികളിൽ ഒരു മഹാനാണ്. ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. നമ്മൾ സഹാബികളുടെ സൽമാതൃകകളെ അന്വേഷിക്കുമ്പോൾ ഇതാണ്, സഹാബികളിൽ ഏറെ പേര് കേട്ട പലരും ഉണ്ട്. അവരുടെയൊക്കെ പിന്നിൽ അണിനിരന്ന ചിലരിൽ ഒരാളുടെ ചരിത്രം. ഇന്ന് നമ്മൾ ഒരു നിസ്കാര സമയം, ഫജറിന്റെ നിസ്കാരത്തിൽ സഫുകളിൽ ആളുകളെ നോക്കിയാൽ അറിയാം, ആ സച്ചരിതരെ അഭിമാനപൂർവം പറയാൻ അർഹരാണോ പല മുസ്ലിം നാമധാരികളും എന്നുള്ള വിഷയം. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന ഇത്തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻഹു. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകൾ അൻസാറുകളായ ഒന്നാമന്മാരായ മുൻഗാമികൾ, മുൻകടന്നവർ. അല്ലാഹു സുബ്ഹാനഹു വതആല അസ്സാബിഖൂനൽ അവ്വലൂൻ എന്നാണ് പറഞ്ഞത്. ഒന്നാമന്മാരായി മുൻകടന്നവർ. ഒന്നാമന്മാരായി മുൻകടന്നവർ എന്നുള്ള വിശേഷണം പറഞ്ഞിട്ട് പിന്നെ ആരാണ് അവർ എന്ന് പറഞ്ഞത്? മിനൽ മുഹാജിരീന വൽ അൻസാർ, അവർ മുഹാജിറുകളാണ്, അൻസാരികളാണ് എന്നാണ് പറഞ്ഞത്. വല്ലദീന ഇത്തബഊഹും ബിഇഹ്സാൻ, പിന്നെ ഈ മുഹാജിർ അൻസാറുകളെ ഇഹ്സാനോടുകൂടി പിൻപറ്റിയവർ എന്ന് പറഞ്ഞു. എന്നിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മുഹാജിറുകൾ അൻസാരികൾ അവർക്കും അവരെ ഇഹ്സാനോടുകൂടി സുഹൃതം അനുഷ്ഠിച്ചുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് പിന്തുടർന്നവർക്കും വാഗ്ദാനം ചെയ്ത അള്ളാഹുവിന്റെ തൃപ്തി, റളിയല്ലാഹു അൻഹും വറദു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞു. അഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫിഹാ അബദ, അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് സ്വർഗം ഒരുക്കിയിരിക്കുന്നു. സ്വർഗത്തിന്റെ വിശേഷണം പറഞ്ഞ് ആ സ്വർഗത്തിൽ അവർ എന്നേക്കും നിത്യനിവാസികളാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കുള്ള പ്രതിഫലവും അള്ളാഹു ഒരുക്കിയതിനെ കുറിച്ച് പറഞ്ഞു. സഹാബികൾ, അവരിൽ മുഹാജിറുകൾ, അൻസാറുകൾ. മുഹാജിറുകൾ മക്കയിൽ നിന്ന്
മദീനയിലേക്ക് പലായനം ചെയ്തവർ, അവരാണതിൽ സിംഹരും. പിന്നെ അൻസാരികൾ, ഈ മുഹാജിറുകൾ മദീനയിലേക്ക് വന്നപ്പോൾ അവരെ വിശുദ്ധ മദീനയിൽ ആദർശവും ഹിജറ വന്നവർക്ക് സൗകര്യങ്ങളും ഒരുക്കി അവരെ സ്വീകരിച്ചവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ കുറിച്ച് പറഞ്ഞു, ലിൽ ഫുഖറാഇൽ മുഹാജിരീൻ അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം വ അംവാലിഹിം യബ്തഗൂന ഫദ്ലൻ മിൻ അല്ലാഹി വ റിദ്വാന വയൻസുറൂന അല്ലാഹ വ റസൂലഹു ഉലൈക ഹുമുസ് സാദിഖൂൻ. ധാരാളം വിശേഷണങ്ങൾ എണ്ണിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബികളിൽ മുഹാജിറുകൾ എന്ന് പറയുന്ന ഗണത്തെ എണ്ണിയത്. ലിൽ ഫുഖറാഇൽ മുഹാജിരീൻ, മുഹാജിറുകൾ ഫുഖറാക്കളാണ്. ലിൽ മുഹാജിരീൻ എന്നാണ് പറഞ്ഞത്. പിന്നെയോ ലിൽ ഫുഖറാഇൽ മുഹാജിരീൻ എന്നാണ് പറഞ്ഞത്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെയാണ് പലരും തങ്ങൾക്കെല്ലാം ഉണ്ടായിട്ടും അവരുടെ ആദർശം സംരക്ഷിച്ച് അവർ പാരായണം ചെയ്ത് വിശുദ്ധ മദീനയിലേക്ക് എത്തിയിട്ടുള്ളത്. അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം വ അംവാലിഹിം, മുഹാജിറുകൾ അവർ പുറത്താക്കപ്പെട്ടവരാണ് അവരുടെ ഭവനങ്ങളിൽ നിന്ന്, അവരുടെ സ്വത്തുക്കളിൽ നിന്ന്. തങ്ങളുടെ ഭവനങ്ങൾ വിട്ടുകൊടുത്ത്, സ്വത്തുക്കൾ വിട്ടുകൊടുത്ത് പലായനം ചെയ്ത മുഹാജിറുകളാകുന്ന ദരിദ്രന്മാർ യബ്തഗൂന ഫദ്ലൻ മിൻ അല്ലാഹി വ റിദ്വാന, അല്ലാഹുവിന്റെ ഔദാര്യവും അല്ലാഹുവിന്റെ പ്രീതിയും കാംക്ഷിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞത്. വയൻസുറൂന അല്ലാഹ വ റസൂലഹു, അവർ അല്ലാഹുവിനെ സഹായിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ് ഉലൈക ഹുമുസ് സാദിഖൂൻ, അവരാകുന്നു അസ്സാദിഖൂൻ. അസ്സാദിഖൂൻ എന്ന് പറഞ്ഞാൽ സിദ്ഖ്, മേൽവിലാസമായുള്ളവർ, സത്യസന്ധത മേൽവിലാസമായുള്ളവർ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹാജിറുകൾക്ക് നൽകിയ വിശേഷണം. പിന്നെ സഹാബികളിൽ അടുത്ത വിഭാഗം അവർ അൻസാരികളാണ്. അല്ലാഹു പറയുന്നത് വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. والذين تبوأوا الدار, അൻസാരികൾ ആരാ? അൻസാരികൾ തബവ്വഉ الدار والإيمان, പാലായനം ചെയ്തു വരുന്നവർക്കുള്ള ഭവനം ഒരുക്കിയവരാണ്. അതേപോലെ തന്നെ ആദർശവും ഒരുക്കിയവരാണ്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വരുന്നതിന് മുമ്പ് ആദർശം സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അതേപോലെ ഹിജറ വരുന്നവരെ സ്വീകരിക്കാൻ തയ്യാറായവരായിരുന്നു വിശുദ്ധ മദീനയിലെ അൻസാരികൾ. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, തങ്ങളിലേക്ക് ഹിജറ വന്നവരോട് ഈ അൻസാരികൾക്ക് ഇഷ്ടമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഹിജറ വരുന്നവർ എല്ലാം കയറിയല്ല വരുന്നത്, പാരിതോഷികങ്ങളും സമ്മാനങ്ങളും ഏറ്റിയല്ല വരുന്നത്. പിന്നെയോ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെയാണ് വരുന്നത്. വരുന്നവൻ വന്നാൽ സ്വീകരിക്കുന്നവന്റെ വീട് പകുതി അവന് നൽകാൻ താൻ തിന്നുന്നത് ഇനി പകുതി തനിക്കൊള്ളും, പകുതി ഹിജറ വന്ന് തന്നോട് സഹോദര്യം വിളക്കുന്നവനാണ് എന്നുള്ള ബോധവും ഉണ്ടായിട്ടും യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, തങ്ങളിലേക്ക് ഹിജറ വന്നവരെ അവർ ഇഷ്ടപ്പെടുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു, അൻസാരികൾ അവർക്ക് പലതും ഉണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുണ്ട്. അവരവിടുത്തെ കർഷകരാണ്, അവർക്ക് ഈത്തപ്പന തോട്ടങ്ങളുണ്ട്, അവർക്ക് കൃഷിഭൂമിയുണ്ട്. പക്ഷേ പലതും ഉണ്ടായിട്ടും ഈ പലായനം ചെയ്തു വരുന്ന മക്കയിലെ ഈ നിർധനർ അവർ വന്നപ്പോൾ തങ്ങൾക്കുള്ളത്, തങ്ങൾക്ക് സ്വാർത്ഥമായതിൽ അവർ ഒരാവശ്യം കാണുന്നേ ഇല്ല. പിന്നെയോ അവർ പ്രാമുഖ്യം കൽപ്പിക്കുന്നത് ഈ പലായനം ചെയ്തു വരുന്നവർക്കാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ എന്നാണ്. ചിലതൊക്കെ തങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും തങ്ങളുടെ ആവശ്യങ്ങളെ ബലി കഴിച്ച് പലായനം ചെയ്തവർക്ക് തങ്ങളുടേത് നൽകുന്ന അൻസാരികൾ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഈ മുഹാജിറുകളെയും അൻസാരികളെയും
സൽ സ്മരണയിൽ എന്നേക്കുമായി നിലനിർത്തി. അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനങ്ങളെ ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. സഹാബികളുടെ വിഷയത്തിൽ ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലി വഖാതൽ ഉലൈക അഅ്ളമു ദറജതൻ മിനൽ ലദീന അൻഫഖു മിൻ ബഅദു വഖാതലു വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മക്ക ഫത്ഹാകുന്നതിന് മുമ്പ് ആദർശം സ്വീകരിച്ചവർ, ചെലവഴിച്ചവർ, അള്ളാഹിന്റെ മാർഗത്തിൽ പോരാടിയവർ, മക്ക ഫതഹായതിനു ശേഷം ചെലവഴിച്ചവർ, പോരാടിയവർ, രണ്ടു കൂട്ടരും തുല്യാകൂല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഹിജ്റയുടെ 8 മക്ക ഫതഹാകുന്നത്. മക്ക ഫതഹാകുന്നതിന് മുമ്പ് സ്വീകരിച്ച ആളുകൾ, അത് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച മഹദി ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു തആല അൻഹ, പുരുഷന്മാരിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മൗലമാരിൽ നിന്ന് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹു, കുട്ടികളിൽ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, ഇവരിൽ തുടങ്ങി ആദർശം സ്വീകരിച്ച അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചവർ, മക്കം ഫതഹായതിൽ പിന്നെ ഇങ്ങനെ ചെലവഴിച്ചവരും പോരാടിയവരും, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വേർതിരിച്ച് തന്നെ അവരെ കുറിച്ച് പറയാണ്. സഹാബികൾ ഇങ്ങനെ മക്കം ഫതഹിന് മുമ്പ് സ്വീകരിച്ചവർ, ശേഷം സ്വീകരിച്ചവർ, ഇതൊരു പരിഗണന തന്നെയാണ്. മക്കം ഫതഹിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജയശ്രീലാളിതനായി വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ കൂട്ടം കൂടി ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അവരെ പോലെയല്ല അതിനു മുമ്പ് സ്വീകരിച്ച ആളുകൾ. അവരിൽ മക്ക കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചവർ ഇസ്ലാമിന് വേണ്ടി ഏറെ ത്യാഗം സഹിച്ചവരും ചെലവഴിച്ചവരാണ്. അവരിൽ 2 ഹിജ്റ നിർവഹിച്ചവരുണ്ട്. അവരിൽ ബദറിൽ, ഉഹുദിൽ, ഖന്തഖിൽ, അതേപോലെ ഖൈബറിൽ മറ്റു തുടങ്ങിയ ധർമ്മസമരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പോരാടി ത്യാഗം സഹിച്ചവരുണ്ട്. മക്കം ഫതഹിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചവരെന്ന് പറഞ്ഞെങ്കിൽ മക്ക പ്രബോധന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ക്ഷമാപൂർവം സഹിച്ചും തങ്ങൾക്കുള്ളതെല്ലാം ത്യജിച്ചും ഒക്കെ വർത്തിച്ചവർ. മദീന ഹിജ്റയിൽ പങ്കെടുത്ത്, അതേപോലെ മദീന ഹിജ്റയ്ക്ക് ശേഷം മക്ക ഫതഹിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചവർ, അവരൊക്കെ നന്നായി പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ചരിത്രം പറഞ്ഞാൽ, ദാത്തുർ റിഖാ യുദ്ധം, ദാത്തുർ റിഖാ എന്ന യുദ്ധത്തിന് പേരിടാൻ തന്നെ കാരണം ആ യുദ്ധത്തിലേക്കുള്ള പോക്ക് നഗ്നപാതരായിക്കൊണ്ടാണ് പലരും. അപ്പൊ നടന്നിട്ട് കാല് പൊട്ടാൻ തുടങ്ങി, നഖങ്ങൾ കല്ലിൽ തട്ടി കുഴിയാൻ തുടങ്ങി. അപ്പോൾ വസ്ത്രങ്ങൾ ഉള്ളവർ അത് മുറിച്ച് അവരുടെ കാലിൽ ചുറ്റി പൊതിഞ്ഞ് പാദരക്ഷ ഉണ്ടാക്കി. എന്നിട്ടാണ് പിന്നെ അവർ മുരിപ്പറമ്പിനെ ഭേദിച്ച്, അതേപോലെ വിശുദ്ധ മദീനയിൽ നിന്ന് കിഴക്ക് വടക്ക് ഭാഗത്തേക്കാണ് ഈ ദാത്തുർ റിഖാ യാത്ര. അവിടെ കല്ലിൻ ചൂളൂറിയ മലഞ്ചെരിവുകളാണ്. അതിലൂടെയുള്ള നടത്തം ശ്രമകരാണ്. ഇന്ന് നമ്മൾ മദീനയിൽ നിന്ന് ഖസീമിലേക്കൊക്കെ പോകുമ്പോൾ ആ വഴികൾ കേവലം മണൽപ്പരപ്പല്ല, പിന്നെ ഇങ്ങനെ മലകളാണ്. അപ്പോൾ ആ വഴിയിലൂടെ നടക്കുമ്പോൾ കാല് പൊട്ടി ചോരയൊലിക്കുന്ന, അതേപോലെ നഖങ്ങൾ കൊഴിഞ്ഞു വീഴുന്ന അവസ്ഥ വന്നപ്പോഴാണ് ഇവർ ഈ തുണി കീറി കാല്, അതേപോലെ തോല് മുറിച്ച് കാലിൽ പാദരക്ഷ ഉണ്ടാക്കുന്നത്. അങ്ങനെ നടന്നു പോയത് കാരണത്താലാണ് ആ യുദ്ധത്തിന് ദാത്തുർ റിഖാ എന്ന് പറയുന്നത്. ഏതായാലും ഈ ദാത്തുർ റിഖാ യാത്രയിൽ ഒരു രക്തസിക്ത പോരാട്ടമൊന്നും നടന്നിട്ടില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മടങ്ങുമ്പോൾ 2 മലകൾക്കിടയിൽ ഒരു വാദി, അതിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് യാത്ര രാത്രിയായപ്പോൾ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് സൈന്യവുമായിട്ട് കടന്നു. 2 സഹാബികളോട് പറഞ്ഞു, കൂന മൻ യഖ്ലഉന ഹാദിഹി ലൈല, ഈ രാത്രി ആരാണെന്ന് കാവൽ നിൽക്കുക. ശത്രുവിന്റെ നാട്ടിൽ നിന്ന് വരികയാണ്. അപ്പോൾ
നിസ്ലാശ്രമതങ്ങൾ സൈന്യവുമായിട്ട് ഉറങ്ങാൻ കിടക്കുകയാണ്, വിശ്രമിക്കാൻ കിടക്കുകയാണ്. അപ്പൊ രാത്രി ഒരു പോരാട്ടം ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഈ രാത്രി ആരാണ് ഒന്ന് കാവൽ നിൽക്കുക എന്ന് ചോദിക്കുന്നത്. അപ്പോ ഒരു അൻസാരിയും ഒരു മുഹാജിറും അതിന് തയ്യാറായി. അൻസാരി അബ്ബാദ് ബിൻ ബിശ്ർ എന്നവരാണ്. മുഹാജിർ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുമയാണ്. അവരത് ഏറ്റെടുത്തു. ആ ദൗത്യം എന്താ? ദൗത്യം നിസ്ലാശ്രമ വിശ്വാസികളും കിടന്നുറങ്ങുമ്പോൾ, മണൽ വിരിച്ച് മരുപ്പറമ്പിൽ കിടന്നുറങ്ങുമ്പോൾ, രണ്ട് മലകൾക്കിടയിലുള്ള വഴിയിൽ ഇവർ രണ്ടാളും കാവൽ നിൽക്കണം, ഉറങ്ങാതെ. അതും മരുപ്പറമ്പിന്റെ വിജനതയിൽ അവർ രണ്ടാളും തയ്യാറായി. അബ്ബാദ് ബിൻ ബിശ്ർ അൽ അൻസാരി അമ്മാർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം കാവൽ നിൽക്കുമ്പോൾ ചോദിച്ചു, നമ്മൾ രണ്ടാളും കാവൽ നിൽക്കണ്ട, ഒരാൾക്ക് വിശ്രമിക്കാം. ആദ്യം താങ്കൾ വിശ്രമിക്കണോ, അതല്ല അവസാനം താങ്കൾ വിശ്രമിക്കണം? അമ്മാറിനോട് ചോദിച്ചു. അമ്മാർ റളിയല്ലാഹു അൻഹു, ഞാൻ രാവിന്റെ തുടക്കത്തിൽ വിശ്രമിക്കാം, താങ്കൾ ശത്രുവിനെ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മാർ റളിയല്ലാഹു തആല അൻഹു കിടന്നു ഉറങ്ങി. യാത്രയാണ്, ചൂടിൽ, അതുകൊണ്ട് തന്നെ ക്ഷീണം മൂത്ത് അദ്ദേഹം കിടന്നു. അബ്ബാദ് ബിൻ ബിശ്ർ അദ്ദേഹം ശത്രുവിനെ നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിന്നു, ഉറങ്ങാതെ നിസ്കരിക്കാൻ നിന്നു. അപ്പോഴാണ് ശത്രുപക്ഷത്തു നിന്ന് ഒരാൾ നിസ്ലാശ്രമങ്ങളുടെയും സൈന്യത്തിന്റെയും അടക്കം നിരീക്ഷിച്ച് പിന്നാലെ ഉണ്ട്, ഇവർ കാണാതെ. ഒരാൾ കിടന്നു, ഒരാൾ ഈ മലമ്പാതയുടെ തുടക്കത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് സൈന്യത്തിന് കാവൽ നിൽക്കാൻ വേണ്ടിയിട്ട് നിർത്തപ്പെട്ട വ്യക്തിയാണ്. റബീഅത്തുൽ ഖൗം എന്ന് പറയാം. പക്ഷെ അനങ്ങാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഈ ശത്രു ആ ആൾ രൂപത്തിന് നേരെ അമ്പ് ചെയ്തു. ആ അമ്പ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അബ്ബാദ് ബിൻ ബിശ്ർ അൽ അൻസാരിയുടെ കാലിൽ തറച്ചു, കയറി. പക്ഷെ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ തന്റെ കാലിൽ തറച്ചു കയറിയ അമ്പ് വലിച്ചൂരി നിലത്തിട്ടിട്ട് നിസ്കാരം തുടർന്നു. അപ്പൊ ശത്രു വീണ്ടും അടുത്ത അമ്പ് ചെയ്തു, അതും അദ്ദേഹത്തിന്റെ കാലിൽ തറച്ചു. അദ്ദേഹം അതും തന്റെ കാലിൽ നിന്ന് വലിച്ചൂരി നിലത്തിട്ട് നിസ്കാരം തുടർത്തി. മൂന്നാമതും ശത്രു അമ്പ് ചെയ്തു, അതും അദ്ദേഹത്തിൽ തറച്ചു. അതും അബ്ബാദ് റളിയല്ലാഹു അൻഹു വലിച്ച് ഊരി താഴെ വേഗം അദ്ദേഹം നിസ്കാരം ദീർഘനേരം ഓതിയാണ് നിസ്കരിക്കുന്നത്. പക്ഷെ ഈ അമ്പ് മൂന്നുമേറ്റത് കാരണത്താൽ അദ്ദേഹം വേഗം നിസ്കാരം റുക്കൂ ചെയ്ത് സുജൂദ് ചെയ്തിട്ട് അവസാനിപ്പിച്ചു. അപ്പോഴത്തേക്ക് അദ്ദേഹം രക്തത്തിൽ കുളിച്ചിരുന്നു. ഉടനെ അദ്ദേഹം അമ്മാർ റളിയല്ലാഹു അൻഹു വിളിച്ചു നിർത്തി. അമ്മാർ റളിയല്ലാഹു തആല അൻഹു തല ഉയർത്തി എഴുന്നേറ്റ് നോക്കുമ്പോൾ രക്തത്തിൽ കുളിച്ചിരിക്കുന്ന അബ്ബാദ്, തൊട്ടടുത്ത് 3 അമ്പുകൾ. അപ്പൊ അമ്മാർ ചോദിച്ചു, അവല ഹബത്തനി അവലമാറമ, ആദ്യത്തെ ഏറ് കൊണ്ടപ്പോൾ അങ്ങേക്ക് എന്നെ ഉണർത്തിക്കൂടായിരുന്നില്ലേ എന്ന്. അപ്പൊ അബ്ബാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൗല അന്നി ഖിഫ്തു അൻ ഉദയ്യ സഗറൻ അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിഫ്ദിഹി മാ ഖതഅതുഹാ ഹത്താ ഉൻഫിദഹ എന്ന്. കുന്തു ഫീ സൂറത്തിൻ അഖറഉഹ, അദ്ദേഹം പറയുന്നത്, ഞാനൊരു സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു, നിസ്കാരത്തിൽ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഏറ് വന്നത്. ലൗലാ ഖിഫ്തു അൻ ഉദയ്യ സഗറൻ അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിഫ്ദിഹ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവൽ നിർത്തിയിട്ട് സൂക്ഷിക്കാൻ പറഞ്ഞ ഒരു അതിർത്തിയെ ഞാൻ പാഴാക്കുമെന്ന പേടി എനിക്കില്ലായിരുന്നുവെങ്കിൽ മാ ഖതഅതുഹ, ഈ നിസ്കാരം ഞാൻ അവസാനിപ്പിക്കുമായിരുന്നില്ല. ഹത്താ ഉൻഫിദഹ,
ഈ സൂറത്ത് ഓതി തീരുന്നത് വരെ എന്നാണ് അദ്ദേഹം അമ്മാർ റളിയല്ലാഹു തആലയോട് പറയേണ്ടത്. പക്ഷേ ഈ ശത്രു പോണില്ല, ഒരേറ് എറിഞ്ഞിട്ട് അത് അയാൾ പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കവി പറഞ്ഞതുപോലെ വലൗ കാന സഹ്മൻ വാഹിദൻ ലത്തഖൈതുഹു വലാകിന്നഹു സഹ്മുൻ സാനിൻ വസാലിസു, ഒരമ്പായിരുന്നുവെങ്കിൽ എനിക്ക് ചെറുക്കാമായിരുന്നു. പക്ഷേ രണ്ടാമത്തെ അമ്പ് വന്നു, മൂന്നാമത്തെ അമ്പ് വന്നു. അപ്പൊ ഇതൊരു തുടർച്ചയായപ്പോൾ പിന്നെ ഞാൻ അദ്ദേഹം വീണാൽ പിന്നെ ശത്രു ആ മാർഗേണ വരും, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബികളെയും ആക്രമിക്കുന്ന അവസ്ഥ വരും. അപ്പൊ ഈ കാവൽ ഭേദിച്ച് ശത്രു കടന്നു വരുമെന്ന പേടിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ സൂറത്ത് ഒരിക്കലും ഓതുന്നത് അവസാനിപ്പിക്കുമായിരുന്നില്ല. കുന്തു ഫീ സൂറത്തിൻ അഖ്റഉഹ, അദ്ദേഹം നിസ്കരിക്കുകയാണ്, നിസ്കരിക്കുമ്പോൾ ഒരു സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓതിന്റെ മാധുര്യത്തിൽ, അതിന്റെ സ്വാധീനത്തിൽ അദ്ദേഹം തടിയിലേറ്റ അമ്പെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമുക്കൊരു മുള്ളു തറച്ചാൽ നമ്മളൊരു സൂറത്ത് ഓതിയാൽ എങ്ങനെ ഉണ്ടാവും? നിസ്കരിക്കുമ്പോൾ ഒരു മുള്ളു തറച്ചാൽ, ഇത് ഒരു അമ്പേറ്റ് ആ അമ്പ് പറിച്ചിടുകയാണ്. അന്ന് കാലങ്ങളിൽ അമ്പ് എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ നിർമ്മാണം എങ്ങനെ? അത് തുളച്ചു കയറിയിട്ടുണ്ടെങ്കിൽ അത് പറിക്കണമെങ്കിലുള്ള പ്രയാസത്രേ. പക്ഷെ അദ്ദേഹം നിസ്കാരത്തിൽ, ഈ പാരായണത്തിൽ അദ്ദേഹം ഈ വേദനയെ അറിയാത്ത പോലെയായിരുന്നു അദ്ദേഹം അതിനോട് പ്രതികരിച്ചത് എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതൊക്കെ മക്ക ഫതഹാകുന്നതിന് മുമ്പുള്ള സഹാബികളുടെ ത്യാഗത്തിന്റെ വിഷയമാണ്. മക്ക ഫതഹായതിനു ശേഷം ഇസ്ലാം സ്വീകരിച്ചവർ മുമ്പുള്ളവരെ പോലെ ത്യാഗ സഹിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. അതിനർത്ഥം അവർ ത്യാഗം സഹിച്ചിട്ടില്ല എന്നല്ല. മക്ക ഫതഹായതിനു ശേഷവും സഹാബികൾക്ക് ത്യാഗത്തിന്റെ കഥകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത ആ സമയം മുസൈലിമത്തുൽ കദ്ദാബ് നബുവത്ത് വാദിച്ച ചരിത്രം വായിക്കുമ്പോൾ, യമാമ യുദ്ധത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ വികാരഭരിതമായ കുറേ സംഭവങ്ങൾ വായിക്കും. നമുക്കൊക്കെ ആലോചിക്കാൻ കഴിയില്ല ഇതൊക്കെ ആ സഹാബികളുടെ ചരിത്രത്തിൽ സംഭവിച്ചതാണോ എന്ന്. വിശ്വസ്തരായ റാവിമാരുടെ വിശ്വസ്തമായ നിവേദനങ്ങളല്ലായിരുന്നുവെങ്കിൽ അത് വിശ്വസിക്കൂല. അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുല്ലാഹ് അബൂ അഖീൽ അൽ ബലവി റളിയല്ലാഹു തആല അൻഹു, അബൂ അഖീൽ അൽ ബലവി, അബ്ദുറഹ്മാൻ ഇബ്നു അർബഷ് അൽ ബലവി എന്ന് പറയുന്ന പ്രമുഖ സഹാബി യമാമ യുദ്ധത്തിൽ, യമാമ യുദ്ധം ആരുടെ തമ്മില? മുസ്ലിം സൈന്യവും പിന്നെ കള്ള പ്രവാചകത്വം വാദിച്ച മുസൈലിമത്തുൽ കദ്ദാബ് അൽ ഹനഫി, ആ ദുഷ്ടനും അവന്റെ ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനിപ്പുറം മുസൈലിമത്തിന് ഞാൻ നബിയാണെന്ന് വാദിച്ചു. മുസൈലിമ വേറെയും കുറെ വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ബനു ഹനീഫ ഗോത്രം, അവർ വലിയൊരു ആൾക്കൂട്ടാണ്, വലിയ ഗോത്രാണ്. അവരൊന്നടങ്കം ഏറെക്കുറെ മുസൈലിമയിൽ വിശ്വസിച്ചു. ദീനിൽ നിന്ന് മുർത്തദുകളായി. മുസ്ലിങ്ങൾക്ക് ഇവരോട് ഏറ്റുമുട്ടേണ്ടി വന്നു. ആ ഏറ്റുമുട്ടൽ അതാണ് ചരിത്രത്തിൽ പ്രസിദ്ധമായ യമാമ യുദ്ധം, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ. ഈ യമാമ യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ വ്യക്തി അബൂ അഖീൽ അൽ ബലവി അബ്ദുറഹ്മാൻ ഇബ്നു അൽ അർബഷ്, ഏറ്റുമുട്ടൽ അദ്ദേഹത്തിന് തുടക്കത്തിൽ തന്നെ അമ്പേറ്റു. ആ അമ്പ് അദ്ദേഹത്തിന്റെ നെഞ്ചിന്റെ ഇടത് ഭാഗത്ത്, ഹൃദയത്തിന്റെയും ചുമലിന്റെയും ഇടയിൽ. ഞാൻ പറഞ്ഞു വന്നത് ആരെക്കുറിച്ചാ? എന്താ പേര്? ആരെക്കുറിച്ചാ പറഞ്ഞ? എന്താ പേര്? അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുല്ലാഹ് അൽ അർബഷ് അല്ലെങ്കിൽ അബൂ അഖീൽ അൽ ബലവി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. യമാമ യുദ്ധത്തിന്റെ തുടക്കത്തിൽ മുസ്ലിം സൈന്യം മുസൈലിമയുടെ സൈന്യത്തോടെ ഏറ്റുമുട്ടുന്ന ആ തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ ഈ ഇടത് ഭാഗത്താണ് അമ്പേറ്റത്. അത് ഖൽബിന്റെയും മൻകിബിന്റെയും ഇടയിൽ എന്നാണ്.
ഹൃദയത്തിൻ്റെയും ചുമലിൻ്റെയും ഇടയിൽ ഒരു അമ്പ് തറച്ചാൽ അയാൾ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണു. അദ്ദേഹത്തെ സൈനിക താവളത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടു. അങ്ങനെ ഈ യമാമ യുദ്ധത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ അറിയാം, വളരെ രക്തരൂക്ഷിതമായ ഒരു പോരാട്ടം നടന്നത്. കാരണം മുസൈലിമത്തുൽ കദ്ദാബ് അവരുടെ നാടാണ് ബനു ഹനീഫ. ഇന്നത്തെ സൗദി അറേബ്യയിലെ റിയാദിന്റെ ഒരു ഭാഗം, അൽ ഖർജിന്റെ ഒക്കെ ഭാഗം അങ്ങോട്ട്, അതിന്റെ തെക്ക് കിഴക്ക് ഭാഗം, അവിടെയാണ് ഈ യമാമ. ഇന്നും യമാമ പ്രസിദ്ധമാണ്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ കുറേ ചരിത്ര സ്മാരകങ്ങൾ കാണാം. ഈ യമാമ യുദ്ധത്തിൽ ഷഹീദായ മഹത്തുക്കൾ, അവരിൽ പ്രത്യേകിച്ച് അൽ ഖുറ എന്ന് പറഞ്ഞാൽ ഖുർആൻ പണ്ഡിതന്മാർ, ഖുർആൻ മനഃപ്പാടമാക്കി ഖുർആൻ പണ്ഡിതന്മാർ, അവർ കുറേ അധികം ഷഹീദുകളായ യുദ്ധമാണ് യമാമ യുദ്ധം. അതുകൊണ്ടാണ് ഈ യുദ്ധത്തെ തുടർന്ന് മുസ്ഹഫ് ക്രോഡീകരിക്കുന്ന വിഷയമൊക്കെ വന്നത്. ശത്രു വളരെയധികം ശക്തമായിരുന്നു. ഏതായാലും അബു അഖീൽ അൽ ബലവിയെ കൊണ്ടുവന്ന് കിടത്തി. പിന്നെയും പോരാട്ടം തുടർന്നു. അതിൽ മുസ്ലിമീങ്ങൾക്ക് ശത്രുവിനെ ചെറുക്കാൻ താങ്ങാത്ത ചില അവസ്ഥകൾ വരെ സംജാതമായി. അപ്പോഴാണ് അല്ലാഹ യാ മഅ്ശറൽ മുസ്ലിമീൻ യാ ലൽ അൻസാർ, അല്ലാഹ അൽ ഖറത അലൽ മുശ്രിക്കീൻ എന്ന് വിളിച്ചു പറയുന്നത്. യാ ലൽ അൻസാർ, അൻസാരികളെ, അല്ലാഹനെ ഓർക്കണം. അൽ ഖറത അലൽ മുശ്രിക്കീൻ, ഈ മുശ്രിക്കുകൾക്കിടെ എതിരിലുള്ള പോരാട്ടത്തിൽ നിങ്ങൾ സജീവരാകൂ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ യാ ലൽ അൻസാർ, അൻസാരികളെ എന്ന് വിളിച്ച് ആളുകളെ ക്ഷണിക്കുന്നത് കേട്ടപ്പോൾ ഈ അബു അഖീൽ ഇങ്ങനെ അമ്പേറ്റ് കിടക്കുന്ന അദ്ദേഹം എഴുന്നേൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു കൈ, ഈ ഇടതേ കൈ, അതിന് സ്വാധീനമില്ലാതായി പോയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അതും താങ്ങി എഴുന്നേൽക്കുകയാണ്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അവിടെ ഉണ്ട്, അനസ് റളിയല്ലാഹു അൻഹു കൊണ്ട് അദ്ദേഹം അവർ പറയാണ്, അബാ അഖീൽ ഇലാ ഐൻ ലാ ഖിതാല അലൈക്, അബു അഖീൽ നിങ്ങൾ എവിടുക്കാ പോണത്? താങ്കൾക്ക് ഇനി ഖിതാലില്ല, കാരണം താങ്കൾ രോഗിയാണ്, അവശനാണ്, അവയവം ശേഷി നഷ്ടപ്പെട്ട് കിടക്കുന്ന ആളാണ്. നിങ്ങൾക്ക് ഖിതാലില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പേര് വിളിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. നൂദീതു ബി ഇസ്മി, എൻ്റെ പേര് പറഞ്ഞ് ഞാൻ വിളിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ ഇബ്നു ഉമർ പറഞ്ഞു കൊടുത്തു, അങ്ങനെയല്ല വിളിച്ചത്, അൻസാരികളെയാണ് വിളിച്ചത്. യാലൽ അൻസാർ, അൻസാരികളെ എന്നാണ് വിളിച്ചത്, അങ്ങയെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അന റജുലുൻ മിനൽ അൻസാർ, ഞാൻ അൻസാരികളിൽ ഒരാളാണ്, അതുകൊണ്ട് എന്നെ തന്നെയാണ് വിളിച്ചത് എന്ന് പറഞ്ഞ് ഈ തൂങ്ങിയ കയ്യുമായി അടുത്ത കയ്യിൽ ഗർഗമെടുത്ത് അബു അഖീൽ ബലവി വീണ്ടും മുസൈലിമയുടെ സൈന്യത്തോട് ഏറ്റുമുട്ടാൻ ഒരിക്കൽ കൂടി രണഭൂമിയിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. രക്തസിദ്ധമായ പോരാട്ടം. ആ പോരാട്ടത്തിൽ അതിൻ്റെ പൊടി അടങ്ങുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് വിജയം അനുകൂലമായി വന്നു. ശത്രു മുസൈലിമത്തുൽ കദ്ദാബ് കൊല്ലപ്പെട്ടു, അവർ പരാജിതരായി. യുദ്ധത്തിന്റെ പൊടി അടങ്ങിയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ അബു അഖീലിനെ നോക്കുകയാണ്, തരിയാണ്. അപ്പോൾ അബു അഖീൽ വീണ് കിടക്കുന്നു. അദ്ദേഹത്തിന്റെ ആ അമ്പേറ്റ കൈ അദ്ദേഹത്തിന്റെ ചാരത്ത് മുറിഞ്ഞു കിടക്കുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു യാ അബാ അഖീൽ, അബു അഖീൽ എന്ന് വിളിച്ചു. അപ്പൊ അബു അഖീൽ മരണത്തോട് മല്ലിടാണ്. അദ്ദേഹത്തിന് ചില നിശ്വാസങ്ങളെ ഈ ദുനിയാവിൽ ശേഷിക്കുന്നുള്ളൂ. അബു അഖീൽ പറഞ്ഞു, ഇബ്നു ഉമർ ലബ്ബൈക് ലിമൻ ഇദ്ദബറത്തുൽ യൗം, അബു അഖീൽ എന്ന് വിളിക്ക്. ഇബ്നു ഉമറിനോട് അദ്ദേഹം പ്രതികരിച്ചു, ലബ്ബൈക്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ലിമൻ ഇദ്ദബറത്തുൽ യൗം, ആർക്കാണ് ഇന്നത്തെ പരാജയം, ആർക്കാണ് ഇന്നത്തെ പരാജയം? അതാണ് അദ്ദേഹം അവസാനം ഇബ്നു ഉമറിനോട് ചോദിക്കുന്നത്. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അദ്ദേഹത്തോട് പറഞ്ഞു, അബാ അഖീൽ ഖുതില അദുവുല്ലാഹ്, അബു അഖീൽ അള്ളാഹുവിന്റെ ശത്രു മുസൈലിമത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ സമയം അബു അഖീൽ അൽ ബലവി, അദ്ദേഹത്തിന്റെ ഒരു കൈ അറ്റ് അദ്ദേഹത്തിന്റെ സൈഡിലുണ്ട്, അദ്ദേഹത്തിന്റെ മറ്റേ കൈ അതിങ്ങനെ മാനത്തേക്ക് അതിന്റെ വിരൽ ചൂണ്ടി, എന്നിട്ട് അൽഹംദുലില്ലാഹ്
എന്ന് പറഞ്ഞ് അദ്ദേഹം അവസാനത്തെ ശ്വാസം വലിച്ചു എന്നുള്ളതാണ് ചരിത്രം. യമാമ യുദ്ധത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന ചരിത്രമാണിത്. ഞാനിത് ഉദ്ധരിച്ചത് ഇത് മക്ക ഫതഹായതിനു ശേഷം, ആദരവിത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗത്തിന് ശേഷം മുസ്ലിമീങ്ങളുടെ സഹാബികളുടെ ത്യാഗത്തിന്റെ സമർപ്പണത്തിന്റെ ചരിത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി വഖാതൽ ഉലൈക അഅദമു ദറജതൻ മിനൽ ലദീന അൻഫഖു മിൻ ബഅദി വഖാതലു വകുല്ലം വഅദല്ലാഹുൽ ഹുസ്ന എന്നാണ്. മക്കം ഫതഹിന് മുമ്പ് ശേഷം ഈ രണ്ട് കൂട്ടരും തുല്യാകൂല. മക്കം ഫതഹിന് മുമ്പ് സ്വീകരിച്ചവർ, ചെലവഴിച്ചവർ, സമരം ചെയ്തവർ അഅദമു ദറജതൻ, അവർ മഹനീയ സ്ഥാനമുള്ളവരാണ് ശേഷം ചെലവഴിച്ചവരെക്കാൾ, ത്യാഗം സഹിച്ചവരെക്കാൾ. പക്ഷേ വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാവർക്കും വകുല്ലൻ എന്ന് പറഞ്ഞാൽ മക്കം ഫതഹിന് മുമ്പ് സ്വീകരിച്ചവരും അതിനുശേഷം സ്വീകരിച്ചവരും സഹാബികൾ എല്ലാവർക്കും അള്ളാഹു അൽ ഹുസ്ന വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നാണ്. അൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗാണ്. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ എന്ന് പറഞ്ഞത്, സുഹൃതം ചെയ്തവർക്ക് അൽ ഹുസ്നയുണ്ട് എന്നാണ് പറഞ്ഞത്. അൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗാണ്. വകുല്ലം വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാ സഹാബികൾക്കും അള്ളാഹു അൽ ഹുസ്നയാകുന്ന സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതിൽ മക്കം ഫതഹിന് മുമ്പ് ശേഷം എന്നുള്ള പരിഗണനയല്ല ആ സ്വർഗ വാഗ്ദാനത്തിന്റെ വിഷയത്തിൽ. അതുകൊണ്ടാണ് സഹാബികൾ ആരായാലും സഹാബി എന്താ, ആരാ സഹാബി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈമാൻ ഉൾക്കൊണ്ട് കണ്ടുമുട്ടിയവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദർശം സ്വീകരിച്ച് കണ്ടുമുട്ടിയവർ, എന്നിട്ട് ആദർശത്തിൽ മരണപ്പെട്ടവർ, അവരാണ് സഹാബികൾ. ഇസ്ലാം സ്വീകരിച്ചിരിക്കണം, എന്നിട്ട് തിരുദർശനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള അവസരം ഉണ്ടാകണം, എന്നിട്ട് ആദർശത്തിൽ ജീവിക്കുന്ന അവസ്ഥയും വേണം. അതിനിടയിൽ റിദ്ദത്ത് വന്നാലും ശരി, അതിനിടയിൽ ചില വ്യതിചലനങ്ങൾ അവർക്കുണ്ടായാലും ശരി, അതാണ്. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇസ്ലാം സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയും ജനാസ നിസ്കരിച്ച് യാത്രയാക്കിയ മഹാനാണ് നജാഷി രാജാവ്. നജാഷി അൽ അസ്ഹുമ, ഹബശയിലെ രാജാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് മലിക്കുൻ ആദിൽ, നീതിമാനായ രാജാവ്, മലിക്കുൻ സാലിഹ്, നല്ല രാജാവ് എന്നൊക്കെയാണ്. ഈ നജാഷി രാജാവിന്റെ അടുക്കലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മുസ്ലിമീങ്ങളെ മുഹാജിറുകളാക്കി യാത്രയാക്കിയത്. ഹബശയിൽ ഒരു രാജാവുണ്ട്, നീതിമാനായ രാജാവ്. അയാളുടെ അടുക്കൽ ആരും അന്യായത്തിന് ഇരയാവുകയില്ല, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളിയും എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ 2 തവണ മക്കയിൽ നിന്ന് ഹിജറ പറഞ്ഞയച്ചത് ഈ നജാഷിയുടെ അടുക്കലേക്കാണ്. ഈ നജാഷി ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷേ ഈ നജാഷി സഹാബിയല്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സന്ധിക്കാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സന്ധിച്ച് പിന്നെ ആദർശത്തിൽ മരണപ്പെടണം. അപ്പൊ മുസൈലിമത്തുൽ കദ്ദാബ്, നമ്മൾ പറഞ്ഞ പെരുങ്കള്ളൻ, അയാൾ മദീനയിൽ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്, ഉപരിപ്ലവമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സത്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദർശത്തിലല്ല മരണം. മുസൈലിമത്തുൽ കദ്ദാബ്, പെരുങ്കള്ളൻ, കൊല്ലപ്പെട്ടു. അതുകൊണ്ട് തന്നെ സഹാബിയല്ല. അപ്പൊ സഹാബി എന്ന് പറഞ്ഞെങ്കിൽ ഈ ഒരു നിർവചനത്തിൽ അറിയപ്പെടുന്ന മഹത്തുക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലാ തസുബ്ബു അസ്ഹാബി, എൻ്റെ സഹാബത്തിനെ നിങ്ങൾ ദുഷിച്ചു പറയരുത്, ശകാരിക്കരുത്. ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വലൗ അന്ന അഹദകും യുൻഫിഖു മിസ്ല ഉഹുദിൻ ദഹബൻ മാ യബ്ലുഗു മുദ്ദ അഹദിഹിം വലാ നസീഫഹു എന്നാണ്. സഹാബികളെ ആരും മോശമായി പറയരുത്. സഹാബികൾ ചെലവഴിച്ച ഒരു മുദ്ദ് ധാന്യം, ഒരു മുദ്ദ് ഇത്ര, അരമുദ്ദ് എന്ന് പറഞ്ഞാൽ ഒരു മുദ്ദിന്റെ പകുതി. സഹാബികൾ അത്ര ചെലവഴിച്ചുള്ളതൊക്കെ ഒരു മുദ്ദ് അല്ലെങ്കിൽ അരമുദ്ദ്. നമ്മൾ ഉഹുദ് മലയോളം ചെലവഴിച്ചു. ഉഹുദ് മല എവിടെ? ഉഹുദ്
ജബൽ ഉഹദ് എവിടെ? മദീനയിൽ. മദീനയിൽ ഉഹുദ് മല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ദൃശ്യമാം വിധം ഉയരത്തിൽ വലുപ്പത്തിൽ പരന്നു കിടക്കുന്ന മലയാണ്. 20 കിലോമീറ്റർ ചുറ്റളവ് എന്ന് പറയപ്പെടുന്നു. വലിയ ഒരു പർവ്വതമാണ് ഉഹുദ്. ജബൽ ഉഹുദ് യുഹിബ്ബുന വനുഹിബ്ബു, നാം ഇഷ്ടപ്പെടുന്ന, നമ്മെ ഇഷ്ടപ്പെടുന്ന മലയാണ് ഉഹുദ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഉഹുദ് എന്നതിന് പേരിടാൻ തന്നെ കാരണം മദീനയിൽ നിന്ന് ഏറെക്കുറെ എവിടെ നിന്ന് നോക്കിയാലും ഉഹുദ് ദൃഷ്ടിയിൽപ്പെടും. മാലയിൽ ഏറ്റവും ദൃഷ്ടിയിൽപ്പെടുന്ന ഭാഗമാണ് ലോക്കറ്റ്, മാലന്റെ ലോക്കറ്റ് അല്ലെ, അതിനാണ് ഉഹുദ് എന്ന് പറയാം. മറ്റു മാലമുത്തുകളേക്കാൾ ഉഹുദാണ് തെളിയ. ഇതേ ഒരു പ്രത്യേകത ഉഹുദിനുള്ളത് കാരണത്താലാണ് മദീനയിൽ കുറെ മലകളുണ്ട്. സൗർ മല മദീനയിലുണ്ട്, വൈർ മല മദീനയിലുണ്ട്, പല മലകളുണ്ട്. പക്ഷെ ഉഹുദ് ഏറ്റവും വലുപ്പമുള്ള മലയാണ്, ഉയരത്തിലും നീളത്തിലും വീതിയിലൊക്കെ. തങ്ങൾ പറയുന്നത് വലവു അന്ന അഹദകും യുൻഫിഖു മിസ്ല ഉഹുദിൻ ദഹബൻ, ഉഹുദ് പർവ്വതത്തിന് സമാനം നിങ്ങളിൽ ഒരാൾ സ്വർണം ചെലവഴിച്ചാൽ, അള്ളാഹിന്റെ മാർഗത്തിൽ സ്വർണം ചെലവഴിച്ചാൽ, ആ ചെലവഴിച്ചത് മാ യബ്ലുഗു മുദ്ദ അഹദിഹി വലാ നസീഫ എന്നാണ്. സഹാബികൾ ചെലവഴിച്ച ഒരു മുദ്ദ് ധാന്യം, ഒരു മുദ്ദ് അല്ലെങ്കിൽ അരമുദ്ദ് ധാന്യം അതിന് തുല്യമാകൂല എന്നാണ് പറഞ്ഞത്. അപ്പൊ സഹാബികൾ അള്ളാഹിന്റെ മാർഗത്തിൽ ഒരു മുദ്ദ് ചെലവഴിച്ചിട്ടുണ്ട് എങ്കിൽ അത് സഹാബികളല്ലാത്തവർ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചതിന് തുല്യം എന്ന് പറയുമ്പോൾ അത് സഹാബത്തിന്റെ മഹത്വം എത്ര, വലുപ്പം എത്ര, അവർക്കുള്ള സ്ഥാനം എത്ര എന്നുള്ളതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിത്രീകരിച്ചു തരുന്നത്. ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് റസൂൽ പറയുന്നത് ലാ തസുബ്ബു അസ്ഹാബി, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ സഹാബത്തിനെ ദുഷിച്ച് പറയരുത് എന്ന്. പക്ഷെ ഇന്ന് പലരും അടുത്തൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു, അതിൽ മുആവിയ റളിയല്ലാഹു തആല അൻഹു പച്ചത്തെറിയാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു എത്ര മഹത്വങ്ങളും സ്ഥാനങ്ങളും ഉള്ള ഒരു സഹാബിയാണ്. ആദരവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ജിഹ്വ കൊണ്ട് സ്വർഗം പറഞ്ഞ സഹാബിയാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു. മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങൾ എത്രയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ മലക്ക് ജിബ്രീൽ വഹ്യ് നൽകിയിട്ടുണ്ട് എങ്കിൽ അത് എഴുതാൻ നിശ്ചയിച്ച എഴുത്തുകാർ, കുത്താബുൽ വഹ്യ്, വഹ്യ് എഴുതുന്ന ആളുകൾ നിർമ്മിതമായ ആളുകളാണ്. 4 ഖുലഫാക്കൾ ഉൾപ്പെടെ പരിമിതം ആളുകളാണ് വഹ്യ് എഴുതുന്നവർ. അതിൽ ഒരാൾ മുആവിയ റളിയല്ലാഹു തആല അൻഹു ആണ്. ഒരിക്കൽ വഹ്യ് ഇറങ്ങി ഇത് എഴുതണം. അപ്പൊ മുആവിയയുടെ അടുക്കലേക്ക് ആളയച്ചു. അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കുന്ന സമയമായിരുന്നു ഇദ്ദേഹം പോയപ്പോൾ. അപ്പൊ അദ്ദേഹം ഇത് മടങ്ങി വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു മുആവിയ ഭക്ഷിക്കുകയാണ്, അതുകൊണ്ട് വിളിച്ചില്ല. അതുകൊണ്ട് റസൂലുള്ള കുറച്ച് വെയിറ്റ് ചെയ്ത് പിന്നെ പറഞ്ഞയച്ചു. അപ്പോഴും മുആവിയ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോഴും നിസാസമാത്തങ്ങൾ നിയോഗിച്ച വ്യക്തി വന്നിട്ട് പറഞ്ഞു മുആവിയ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കുകയായിരുന്നു. മൂന്നാമതും പറഞ്ഞയച്ചു. അപ്പോഴും മുആവിയ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കുകയായിരുന്നു. ആകെ ആള് നിയോഗിച്ച വ്യക്തി എന്നിട്ട് പറഞ്ഞു മുആവിയ ഭക്ഷണം കഴിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ പറഞ്ഞു ലാ അശ്ബഅ അല്ലാഹു ബത്തനഹു എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന് മുആവിയക്ക് അനുകൂലമായിട്ടുള്ള ദുആ നിർവഹിച്ചു. ഞാൻ പറഞ്ഞത് എന്തിനാ, 3 തവണ മുആവിയയുടെ അടുക്കലേക്ക് എന്നെ എഴുതാൻ നിസാസമാ തങ്ങൾ ആളെ നിയോഗിക്കുമ്പോൾ തിരുസവിധത്തിൽ എത്ര വിശ്വസ്തനും സ്വീകാര്യനുമാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ മദീനയിൽ എപ്പോഴും സന്ദർശിക്കാറുള്ള ഒരു കുടുംബമായിരുന്നു ഉമ്മു സുലൈം ബിൻത് മിൽഹാൻ, അതുപോലെ ഉമ്മുൽ ഹറാം ബിൻത് മിൽഹാൻ റളിയല്ലാഹു അൻഹുമാ, ഇവരുടെയൊക്കെ വീട്. കാരണം ഇവർ ബനു നജ്ജാർ ഗോത്രക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ള, അബ്ദുള്ളാന്റെ ഉപ്പ അബ്ദുൽ മുത്തലിബ്. ഈ അബ്ദുൽ മുത്തലിബിന്റെ ഉമ്മ മദീനക്കാരിയാണ്. സൽമ ബിൻത് അംർ എന്ന് പറയുന്ന മദീനക്കാരിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യുമ്മ. ആ വല്യുമ്മാന്റെ കുടുംബക്കാരാണ് ഈ ഉമ്മു ഹറാമും അതേപോലെ തന്നെ ഉമ്മു സുലൈമും അതുപോലെ സഹോദരൻ അബ്ദുള്ള ഇബ്നു ഹറാം, ഇവരൊക്കെ. അതുകൊണ്ട് റസൂൽ അവരുടെ വീട്ടിലേക്ക് പോകും, റസൂൽ അവിടെ വിശ്രമിക്കും. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുക ഇങ്ങനെ ഉണർന്ന് എണീറ്റ് ചിരിച്ച ഒരു കഥ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കിൽ എഴുന്നേറ്റിട്ട് പുഞ്ചിരിച്ചു, നന്നായി ചിരി തൂകി. അപ്പോ മഹദി ഉമ്മു ഹറാം ചോദിക്കാൻ, റസൂലെ നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്?
അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട ഒരു സ്വപ്നം, അതിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തുഷ്ടനായിട്ടാണ് ചിരിച്ചത്. ഉനാസു മിൻ ഖൗമി യർകബൂന സബജ ഹാദൽ ബഹർ കുല്ലുഹും ഔജബു എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മുലൂകുൻ കൽ അസിറ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഉമ്മത്തികളിൽ ഒരു വിഭാഗം ഈ സമുദ്രം താണ്ടി ഒരു നാവികസേനയെ നയിക്കും. അവർ രാജസിംഹാസനത്തിൽ രാജാക്കന്മാരെ പോലെ ആയിരിക്കും. എല്ലാവർക്കും സ്വർഗമാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും സ്വർഗമാണ്. ഇത് 3 തവണത്തെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞത്, ഉറങ്ങി എഴുന്നേറ്റ് താൻ കണ്ട സ്വപ്നം ആവർത്തിച്ച് പറഞ്ഞ ഹദീസിൽ കാണാം. അപ്പൊ ഉമ്മു ഹറാം പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഉദുഅല്ലാഹ യജാലനി മിൻഹും, റസൂലെ ആ കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യും. നോക്കണം, ഒരു നാവികസേന പോണിനെ കുറിച്ചാണ്, യുദ്ധസൈന്യം. അപ്പൊ ഉമ്മു ഹറാം അവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യും എന്ന് പറയാണ്. അപ്പൊ റസൂൽ പറയുന്നത് അൻതി മിൻഹും, നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ 3 പ്രാവശ്യം റസൂൽ അത് കണ്ടു. അപ്പോഴൊക്കെ ഉമ്മു ഹറാമാണ് അത് ഈ പ്രതികരണം നടത്തുന്നത്, അനുബന്ധം പറയുന്നത്. അപ്പൊ 3ാമത്തെ തവണ ഉമ്മു ഹറാമിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്, അൻതി മിൻ അവൈലിഹിം, നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ എന്നല്ല, പിന്നെ അവരിൽ മുമ്പന്മാരിൽ നിങ്ങൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു ഉമ്മു ഹറാമിനോട്. ഈ നാവികസേന പിൽക്കാലത്ത് പോയി, ഇസ്ലാമിന്റെ ആദ്യത്തെ നാവികപ്പട ഉമ്മു ഹറാം അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അൻതിമിൻ അവൈലിഹിം എന്നാണ്, അവരിൽ മുമ്പന്മാരാണ് നിങ്ങൾ എന്ന് പറഞ്ഞത്. ഈ നാവികപ്പട സൈപ്രസിലേക്കായിരുന്നു, സൈപ്രസ്, ഖുബ്രുസ് നാവികപ്പട. അവിടെ എത്തിയ ഉടനെ ഉമ്മു ഹറാം അവർ സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന് വീഴുകയും അവർ അവിടെ മരിക്കുകയാണ് ചെയ്തത്. ആദ്യത്തെ ഷഹീദന്മാരിൽ അൻതിമിൻ അവൈലിഹിം എന്നല്ലേ, നിങ്ങൾ അതിൽ മുമ്പന്മാരിൽപ്പെട്ടവരെ പറഞ്ഞല്ലേ. ഉമ്മു ഹറാം ആ സൈന്യം അവിടെ എത്തി തുടക്കത്തിൽ മരണപ്പെടുകയുണ്ടായിട്ടുണ്ട്. തങ്ങൾ ഈ സൈന്യത്തെ കുറിച്ച് പറഞ്ഞത് കുല്ലുഹും ഔജബു എന്നാണ്, അവർക്കൊക്കെ സ്വർഗം അനിവാര്യമായി എന്നാണ് പറഞ്ഞത്. ഈ സൈപ്രസിലേക്കുള്ള ആദ്യ നാവികസേനയെ നയിച്ച മഹാനാണ് ഒരു മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുമ. എത്ര മഹത്തുള്ള സഹാബിയാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞില്ലെങ്കിൽ ഏറെ വികാരഭരിതമാകുന്ന കഥകളാണ് മുആവിയ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ചരിത്രം ഉദ്ധരിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് പലരും എത്ര നിസ്സാരമായിട്ടാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുക, എത്ര മോശമായിട്ടാണ് ചിത്രീകരിക്കുക. ഇസ്ലാമിക ചരിത്രത്തിൽ ആമുൽ ജമാ, ഐക്യത്തിന്റെ വർഷം എന്ന പേരിൽ തിരുവിയോഗ ശേഷം ഒരു വർഷം പുലർന്നത് മുആവിയ റളിയല്ലാഹു തആല അൻഹു ഭരണാധികാരിയായി അധികാരമേറ്റ വർഷമാണ് ആമുൽ ജമാ, ഐക്യത്തിന്റെ വർഷം. ഹിജ്റയുടെ 40 നിസ്ലാസം മതങ്ങൾ പറഞ്ഞത് ഖിലാഫത്തു നുബുവത്തി 30 ആമൻ, നുബുവത്തിനെ തുടർന്ന് ഖിലാഫത്ത്, നിസ്ലാസം മതങ്ങളുടെ വിയോഗത്തെ തുടർന്ന് ഖിലാഫത്ത് ഭരണം അത് 30 വർഷമായിരിക്കും. ഖിലാഫത്തു നുബുവത്തി 30 ആമ സുമ്മ യുഅ്തില്ലാഹു മുൽകഹു ലിമൻ യശാ, പിന്നീട് മുൽക്കാണ്, മുൽക്ക് എന്ന് പറഞ്ഞാൽ രാജഭരണം, അത് അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകും എന്നാണ് പറഞ്ഞത്. തിരുവിയോഗ ശേഷം ഖിലാഫത്ത് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു, പിന്നെ ഹസൻ റളിയല്ലാഹു തആല അൻഹു 6 മാസം, 30 വർഷം കഴിഞ്ഞു. ഹസൻ റളിയല്ലാഹു തആല അൻഹു സ്ഥാനമൊഴിഞ്ഞ് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ സ്ഥാനത്തിരുത്തി ഖലീഫയാക്കി വാഴ്ത്തി. മുആവിയ റളിയല്ലാഹു അൻഹു ഖലീഫയായി പിന്നെ 20 വർഷം ഭരിച്ചു. 40 മുതൽ 60 വരെയാണ് അദ്ദേഹത്തിന്റെ ഭരണകാലം. മുആവിയ റളിയല്ലാഹു അൻഹു അധികാരമേൽക്കുന്നത് വരെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ എത്ര കുഴപ്പങ്ങളും ഫിത്നകൾ ഉണ്ടായി. അലി റളിയല്ലാഹുവിന്റെ കാലത്ത് എത്ര ആഭ്യന്തര കുഴപ്പങ്ങളും കലാപങ്ങളും ഉണ്ടായി. ജമൽ, സിഫീൻ, തഹ്കീം പോലുള്ളതായ സംഭവങ്ങൾ, ഏറെ വേദനിക്കുന്ന രംഗങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കപട വിശ്വാസികൾ. പക്ഷെ മുആവിയ റളിയല്ലാഹു തആല അൻഹു അധികാരമേറ്റ ആ വർഷം ആമുൽ ജമാ എന്നാണ് പറയുക, ഐക്യത്തിന്റെ വർഷം എന്നാണ് പറയുക. ഐക്യത്തിന്റെ വർഷത്തിന്റെ ക്രെഡിറ്റ് അള്ളാഹുവിന്റെ ഔദാര്യത്തിനപ്പുറം ഹസൻ റളിയല്ലാഹു അൻഹുവിനാണ്. പിന്നീട് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണ മികവിനും അദ്ദേഹത്തിന്റെ നേതൃപാടവത്തിനുമാണ്. ഏറെ അനുഗ്രഹീതനായ സഹാബിയായിരുന്നു മുആവിയ റളിയല്ലാഹു തആല അൻഹു. പക്ഷേ മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച്, ഇങ്ങനെ തുടങ്ങി പല സഹാബികളെ കുറിച്ചും ഈ ഓറിയന്റലിസ്റ്റുകളും അതേപോലെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾ അന്നാൾ മുതൽ ഇന്നോളം
എന്താണോ വിഷം പുരട്ടി എഴുതി വെച്ചിട്ടുള്ളത്, അതിലാണ് പല മുസ്ലിമീങ്ങളുടെയും പഠനം. അതാണ് പലരും ആദർശമായി സ്വീകരിച്ചിട്ടുള്ളത്. പ്രാമാണികർ വിശ്വാസയോഗ്യമായ നിവേദനങ്ങളിൽ പറഞ്ഞത് പലരുടെയും ആദർശത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോഴും മുആവിയ റളിയല്ലാഹുവിന്റെ പേര് നെറ്റി ചുളിയുന്ന, അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോൾ പരിഹസിക്കുന്ന, അംർ ഇബ്നു ആസ് റളിയല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ചൂഷകനെന്ന് വിധിക്കുന്ന ഒക്കെ മുസ്ലിം നാമധാരികൾ ഇന്നുണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദാ ദുകിറ അസ്ഹാബി ഫഅംസികു, എൻ്റെ സഹാബികൾ മോശമായി പരാമർശിക്കപ്പെട്ടാൽ നിങ്ങൾ നാവ് പിടിച്ചു കെട്ടണേ എന്ന് വസിയ്യത്ത് ഓതിയിട്ടാണ് ഈ ദുനിയാവിൽ നിന്ന് യാത്രയായിട്ടുള്ളത്. അവർ അന്ന് ചെലവഴിച്ച ഒരു മുദ്ദ് അല്ലെങ്കിൽ അരമുദ്ദ്, അത് എത്ര വിലയുള്ളത് എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് അവരളക്കാനാണ്. ജനം എത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ചില, നമ്മളിപ്പോൾ ഇതിൽ അതിൽ മുന്നിൽ പറയേണ്ട ആളുകളുണ്ട്. ഖദീജ റളിയല്ലാഹു തആല അൻഹ, സയ്യിദ് ബിൻ ഹാരിസ, സിദ്ദീഖുൽ ഉമ്മ, അബൂബക്കർ സിദ്ദീഖ്, ഉമർ, ഉസ്മാൻ, അലി തുടങ്ങി അൽ അശറത്തുൽ മുബശ്ശറ. അതേപോലെ തന്നെ ദാറുൽ അർഖമിൽ ഇസ്ലാം ആശ്ലേഷിച്ചവർ, ഒന്നാം ഹിജറ നിർവഹിച്ചവർ, രണ്ടാം ഹിജറ നിർവഹിച്ചവർ, ബദർ ഹിജറക്ക് മുമ്പ് ഇസ്ലാം ആശ്ലേഷിച്ചവർ, ബദറിൽ പങ്കെടുത്തവർ, ബദരീങ്ങൾ, അതേപോലെ ഉഹദിൽ പങ്കെടുത്തവർ, അതൊക്കെ വലിയ വിഷയങ്ങളാണ്. പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു വിശാലതയിലേക്ക് പോയിട്ടില്ല. പക്ഷെ ചില ചരിത്രങ്ങൾ മാത്രം ഞാൻ ചിലരുടേത് എടുത്ത് പറഞ്ഞത്, അവരൊക്കെ തന്നെയും ഇത്ര ഒരു ഉയർന്ന നിലവാരത്തിലാണ് എങ്കിൽ, അപ്പൊ ഈ മഹത്തുക്കളായി പ്രസിദ്ധരായവരുടെയൊക്കെ സ്ഥാനവും പദവി എത്രയായിരിക്കും? സഹാബികളിൽ ജക്കാത്ത് പിരിക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രമാത്രങ്ങൾ ഒരാളെ പറഞ്ഞയച്ചു, അതൊരു പറഞ്ഞു നിർത്താം, ഒരാളെ പറഞ്ഞയച്ചു. ജക്കാത്തിന്റെ ഉദ്യോഗസ്ഥൻ ചെന്ന് നോക്കുമ്പോൾ ബലി എന്ന് പറയുന്ന ഒരു ഗോത്രമുണ്ട്. ബലി എന്ന് പറഞ്ഞെങ്കിൽ ഖുലാ ഗോത്രത്തിന്റെ ഒരു ഉപഗോത്രമാണ്. അറേബ്യൻ ഉപദ്വീപിന്റെ വടക്ക് പടിഞ്ഞാറ്, ഇന്ന് ഷാമിന്റെ ഭാഗത്തേക്കാണ് ഈ ബലി ഗോത്രം. അവിടേക്കാണ് മദീനയിൽ നിന്ന് ഒരാൾ പോണത് സക്കാത്ത് പിരിക്കാൻ. അവിടെ ചെന്ന് നോക്കുമ്പോൾ അയാൾക്ക് 25 ഒട്ടകമുള്ളത് ആകെ. സക്കാത്ത് കൊടുക്കേണ്ട ആളുണ്ടല്ലോ മുതലാളി, അയാൾക്ക് 25 ഒട്ടകം. 25 ഒട്ടകത്തിന് എത്ര സക്കാത്ത്? ഒരാൾക്ക് 25 ഒട്ടകം ഉണ്ടെങ്കിൽ എത്ര സക്കാത്ത് കൊടുക്കും? നമുക്കിവിടെ ഒട്ടകം ഇല്ലാത്തതുകൊണ്ട് അതിന് എണ്ണാറുണ്ടാവില്ല അല്ലേ. 5 ഒട്ടകങ്ങൾക്ക് ഒരു ആട് അല്ലേ, 10 ഒട്ടകങ്ങൾക്ക് 2 ആട്, 15 ഒട്ടകങ്ങൾക്ക് 3 ആട് അല്ലെ, 20 ഒട്ടകങ്ങൾക്ക് എത്ര? 4 ആട്. 24 ഒട്ടകങ്ങൾ വരെ 4 ആട്. 25 ഒട്ടകാകുമ്പോൾ ഒരു ബിന്ത് മഹാദ് എന്നാണ് പറയുന്നത്. ബിന്ത് മഹാദ് എന്ന് പറഞ്ഞാൽ 1 വയസ്സ് തികഞ്ഞ് 2ാം വയസ്സിലേക്ക് പ്രവേശിച്ച പെണ്ണൊട്ടകത്തിന്റെ കുട്ടി, പെണ്ണൊട്ടക കുട്ടിയാണ് ബിന്ത് മഹാദ്. ഒരാൾ 25 ഒട്ടകങ്ങളെ മിൽക്കാക്കുന്നുവെങ്കിൽ, ഉടമപ്പെടുത്തുന്നുവെങ്കിൽ, ആ ഒട്ടകങ്ങൾ മേഞ്ഞു തിന്ന് അയാൾ പാലിനും ഈ പ്രത്യുൽപാദനത്തിനും വേണ്ടിയിട്ടാണ് ഈ ഒട്ടകത്തെ വളർത്തുന്നത് എങ്കിൽ അതിനാണല്ലോ സക്കാത്ത്. അപ്പൊ 25 ഒട്ടകങ്ങൾക്ക് ഒരു ബിന്ത് മഹാദ്, 1 വയസ്സ് കഴിഞ്ഞ് 2ാം വയസ്സിലേക്ക് പ്രവേശിച്ച പെണ്ണൊട്ടക കുട്ടിയാണ് സക്കാത്ത്. അപ്പൊ ഉദ്യോഗസ്ഥൻ ചെന്നിട്ട്, എനിക്കൊന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉദ്യോഗസ്ഥൻ ചെന്ന് നോക്കിയപ്പോൾ ഇതാണ് എൻ്റെ സ്വത്തുക്കൾ. അപ്പൊ 25 ഒട്ടകങ്ങൾ. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ബിന്ത് മഹാദാണ് സക്കാത്ത്. അപ്പൊ ആ സഹാബി പറയാണ്, ബിന്ത് മഹാദ് എന്നാൽ ചെറിയ ഒട്ടക കുട്ടിയല്ലേ, കറന്ന് പാലെടുക്കാൻ പറ്റൂല, പിന്നെ പുറത്ത് കയറി സവാരി ചെയ്യാനും പറ്റൂല, ചെറിയൊരു ഒട്ടക കുട്ടിയല്ലേ. അയാൾ പറയാണ്, വലിയ ഒട്ടകങ്ങളുണ്ടല്ലോ, ഒരു വലിയ ഒട്ടകത്തെ, ഒരു കൗമായ ഒട്ടകത്തെ എടുത്തോളി സക്കാത്തായിട്ടെന്ന് പറയാം. അപ്പൊ ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഉബൈ പറഞ്ഞ്, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇതാണ്, 25 ഒട്ടകങ്ങൾക്ക് ഒരു ബിന്ത് മഹാദ്, അത് ചെറിയ ഒട്ടകമാണ്, എനിക്ക് അതല്ലാതെ എടുക്കാൻ പറ്റൂല. നിങ്ങൾ പറയുന്ന വലിയ ഒട്ടകത്തെ എടുക്കാനാണ്, അത് പറ്റൂല, എനിക്ക് ചെറിയ ഈ ഒട്ടകത്തെ എടുക്കാനേ പറ്റുള്ളൂ. അതാണ് നബി തങ്ങൾ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഒരു വലിയതിനെ തന്നെ കൊടുക്കണമെന്ന് പൂതിയുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞോളൂ. അയാൾ വലിയ ഗോത്രത്തിൽ നിന്ന് മദീനയിലേക്ക് എന്തിനാ വരുന്നത്? വലുതിനെടുത്തിട്ട് ചെറുതിനെടുക്കാൻ തർക്കിക്കാനല്ല, പിന്നെയോ ചെറുതിനെടുത്തത് ആക്കണ്ട, വലിയതിനെ എടുത്തോട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ട്, അത് കൊടുക്കാൻ വേണ്ടിയിട്ട് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ വന്നിട്ട് അദ്ദേഹം പറയുന്ന, റസൂലെ, ഒരു ബിന്ത് മഹാദിനെ സക്കാത്തായിട്ട് എടുക്കുന്നത് വലിയ 25 ഒട്ടകങ്ങളുടെ ആയിട്ട് ഒരു വലിയ എടുത്തോട്ടെ. അപ്പൊ റസൂല പറയാണ്, അങ്ങയുടെ മേൽ ബാധ്യതയായിട്ട് ഒരു ബിന്ത് മഹാദാണ്. അപ്പൊ അദ്ദേഹം പറയുന്നില്ല, വലിയ കൗമായ വലിയ നാക്കത്തുണ്ട്, ഒട്ടകങ്ങളുണ്ട്, പെണ്ണൊട്ടകങ്ങളുണ്ട്, അത് എടുത്തോട്ടെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് ബാധ്യതയേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ ഇനി
മനസ്സാ നൽകുകയാണ് എങ്കിൽ നിങ്ങൾ കൊടുത്തെളിയുമെന്ന് പറയണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ബർക്കത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്തു. അങ്ങനെ ഒരു വലിയ ഒട്ടകത്തെയാണ് അയാൾ നൽകിയത്. ഒന്നാലോചിച്ച് നോക്കി നിങ്ങൾ. അതായിരുന്നു സഹാബികൾ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗത്തിന് ശേഷം ഇവിടെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹു ഖുലഫാഉർ റാഷിദീങ്ങളുടെ ആ 30 വർഷം കഴിഞ്ഞിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു അധികാരത്തിലിരിക്കെ ഇദ്ദേഹത്തിന്റെ സക്കാത്ത് വാങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. പിന്നീട് ഇദ്ദേഹത്തിന്റെ ആ സ്വത്തുണ്ടല്ലോ അത് പോഷിച്ചു വളർന്നു. അങ്ങനെ സക്കാത്ത് പിരിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് പോകുമ്പോൾ അദ്ദേഹത്തിന് 1500 ഒട്ടകങ്ങൾ, അദ്ദേഹത്തിന്റെ സ്വത്ത് പോഷിച്ച് വളർന്ന് 1500 ഒട്ടകങ്ങൾ, 1500 ഒട്ടകങ്ങൾ ഉടമപ്പെടുത്തിയ ഒരാൾക്ക് എത്ര സക്കാത്ത്? 30 ഹുക്ക. 30 ഹുക്ക എന്ന് പറഞ്ഞാൽ 3 വയസ്സ് തികഞ്ഞ് 4-ാം വയസ്സിലേക്ക് പ്രവേശിച്ച ഒട്ടകമാണ് ഒരു ഹുക്ക, പെണ്ണൊട്ടകം. 3 വയസ്സ് തികഞ്ഞ് 4-ാം വയസ്സിലേക്ക് പ്രവേശിച്ച പെണ്ണൊട്ടകത്തിനാണ് ഹുക്ക എന്ന് പറയുന്നത്. അദ്ദേഹം 30 ഹുക്കയെ സക്കാത്ത് കൊടുത്തു എന്നാണ്. കാരണം അത്ര അദ്ദേഹത്തിന്റെ സ്വത്ത് വളർന്നു. 1500 ഒട്ടകങ്ങൾ. ഇസ്ലാമിൽ ഒരു നിയമമുണ്ട്, ഇങ്ങനെ 30 ഹുക്ക സക്കാത്ത് നൽകുന്നവർ ഒരു ഫഹലിനെ കൂടി കൊടുക്കണം എന്നാണ്. ഫഹൽ എന്ന് പറഞ്ഞാൽ ഒരു കൂറ്റൻ ഒട്ടകം. ഇതൊക്കെ പെണ്ണൊട്ടകങ്ങളാണ്. സക്കാത്ത് കൊടുക്കുമ്പോൾ പെണ്ണൊട്ടകങ്ങളെയാണ് കൊടുക്കുക, പെണ്ണിനെയും കൊടുക്കുക. കാരണം അത് കിട്ടിയ ആൾക്ക് എന്ത് ചെയ്യാൻ? ഉൽപ്പാദിപ്പിക്കാൻ, പാലുപകരിക്കാനും മറ്റൊക്കെ. 30 ഒട്ടകങ്ങൾ നൽകുന്ന ഒരാൾ ഒരു ഫഹലിനെയും നൽകണമെന്നാണ്, കൂറ്റനെയും നൽകണമെന്നാണ്. പിൽക്കാലത്ത് അദ്ദേഹം 30 ഹുക്കയെയും ഒരു ഫഹലിനെയും സക്കാത്തായിട്ട് നൽകി എന്ന് നിവേദനങ്ങൾ കാണാം. സഹാബിയുടെ സ്വത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആ ഒരു ബർക്കത്ത്, അനുഗ്രഹം, സക്കാത്ത് ചെലവഴിക്കൽ, അത് മനഃശുദ്ധിയിൽ, പൊരുത്തത്തിൽ നൽകിയിട്ടുണ്ട് എങ്കിൽ യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്, പലിശയെ അള്ളാഹു കെടുത്തും, ദാനധർമ്മങ്ങളെ അള്ളാഹു പോഷിപ്പിക്കും, വളർത്തും എന്നതിൻ്റെ ചരിത്രം സാക്ഷ്യം. അത് നമ്മൾ വായിക്കുന്നത് ഈ സഹാബികളുടെ ജീവിതത്തിലാണ്. സഹാബികളിൽ ഈ ഒരു വ്യക്തി, ഈ ഒരു ബലവി, അദ്ദേഹത്തിൻ്റെ ആ ഒരു മനഃശുദ്ധി നൽകുന്ന വിഷയത്തിൽ ഇത് സഹാബികളിൽ ഒരാളുടെ ഒരു ഉദാഹരണമാണ്. ഇതിൽ പരിമിതമൊന്നല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ മുഴുവൻ സ്വത്തും നൽകിയ 2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുഴുവൻ സ്വത്തും. ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ പകുതി സ്വത്ത് ഒരിക്കൽ നൽകിയ ചരിത്രം. പകുതി സ്വത്ത്, ഒരാൾ പകുതി സ്വത്ത് നൽകുക എന്ന് പറഞ്ഞെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതൊക്കെ എത്ര ഒരു ത്യാഗ വിഷയം. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ സബ്ബൽ മാല സബ്ബൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിലേക്ക് കൊണ്ടുവന്നിട്ട് സ്വത്ത് ചൊരിഞ്ഞു എന്നാണ്. എങ്ങനെ? ഒന്നായിട്ട് കൊണ്ടതാണ്. സബ്ബൽ മാല സബ്ബ എന്നാണ് പറഞ്ഞത്. ആര്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അല്ലേ. അതൊക്കെ ഈ സ്വത്ത് കൊടുക്കുന്ന വിഷയം എന്ന് പറഞ്ഞെങ്കിൽ എത്രമാത്രം അവർക്ക് ഒരു സമർപ്പണത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ഒക്കെ ഒരു ബർക്കത്ത്, അതാണ് അവരുടെ അളവിൽ നമ്മൾ വായിക്കുന്നത്. സഹാബികളുടെ ചരിത്രം അതൊക്കെ ഇതേപോലെ ഏറെയേറെ മഹനീയമായ ചരിത്രം. അത് സഹാബി വനിതകളുടെ, നമ്മൾ മഹദികളെ വിട്ടുപോയി. വിശുദ്ധ മദീനയിൽ ഇതേപോലെ നമ്മൾ ചില സഹാബികളൊക്കെ പറഞ്ഞത് അവർ സമൂഹ ശ്രേണിയിൽ വിശ്രുതരായി അറിയപ്പെട്ടില്ല, പക്ഷേ എന്നാലും എന്നും സൽസ്മരണയിൽ ഓർക്കുവാൻ മഹനീയ ചരിത്രം. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അനുഗ്രഹീതരായി യാത്രയായവർ. ഒരു മഹദി വിശുദ്ധ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ സുബ്ബ അലൈഹൽ ഖൈറ സബ്ബ വലാ തജഅൽ ഐശഹാ കദ്ദ എന്ന് ദുആ ചെയ്ത ഒരു മഹദി ഉണ്ട്. അവർ ഏറെ പ്രസിദ്ധരൊന്നുമല്ല, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ സുബ്ബ അലൈഹൽ ഖൈറ സബ്ബ, അല്ലാഹുവേ നന്മകൾ അവരിൽ നീ ചൊരിയണമേ, നന്നായി ചൊരിയണമേ. വലാ തജഅൽ ഐശഹാ കദ്ദ, അവരുടെ ജീവിതം ഒരിക്കലും നീ ക്ലേശപൂർവ്വമാക്കരുത് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തൊരു മഹദിയുടെ ചരിത്രം നമുക്ക് തഫ്സീർ ഇബ്നു കസീറിൽ വായിക്കാൻ സാധിക്കും. വമാ കാന ലിമുഅ്മിനിൻ വലാ ലിമുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം എന്ന ആയത്തിന്റെ തഫ്സീറിൽ തഫ്സീറുകളിൽ നമ്മൾ വായിക്കും, പ്രത്യേകിച്ച് ഇബ്നു കസീറിന്റെ തഫ്സീറിൽ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മഹദി അള്ളാഹുവിന്റെ പ്രീതിക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടത്തിന് തൻ്റെ ഇഷ്ടം ബലി കഴിച്ച് തന്നെ സമർപ്പിച്ച ഒരു ചരിത്രമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മഹദിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ദുആ ചെയ്തത്. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന റാവി പറയുന്നത് അള്ളാഹു വിശുദ്ധ മദീനയുടെ ചരിത്രത്തിൽ ആ മഹദിയോളം ഭാഗ്യവതിയായ ഒരു സ്ത്രീ പിന്നീട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഇതൊക്കെ സഹാബികളുടെ ആ പരസ്പരം ചരിത്രങ്ങളിൽ ചില ചരിത്രങ്ങളെ ഞാനിവിടെ ഒന്ന്
കേൾപ്പിച്ചു എന്ന് മാത്രം എൻ്റെ അറിവിൽപ്പെട്ടതിൽ. ഇനി സലക്കുള്ള ടൈമായി. സല കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പിരിയാൻ വേദനയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഈ പറഞ്ഞതിനെ ഒരു സൽ കർമ്മമായി ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആദർശത്തിൽ ജീവിച്ചു മരിക്കാൻ നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങാൻ നമ്മളെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യത്തിൽ, നന്മയിൽ ഇവിടെ നമ്മളെ ഒരുമിച്ചിരുത്തി ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു വേദിയിൽ സ്വർഗ്ഗത്തിന്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ കൂടിയിരിക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. നമ്മുടെ ഈ പ്രായത്തിലേക്ക്, വലിപ്പത്തിലേക്ക് നമ്മളെ വളർത്തി വലുതാക്കിയ നമ്മുടെ മാതാപിതാക്കൾ, അവരായിരുന്നു നമ്മളെ ഈ അവസരത്തിൽ കാണാനും അനുഭവിക്കാനും ഏറ്റവും അർഹരും യോഗ്യരും. അവരിൽ പലരും പരലോകയാത്രയിൽ കബറിടങ്ങളിൽ ഇടം കണ്ടവരാണ്. അള്ളാഹു ആ കബറിടങ്ങളെ നിറഞ്ഞ സന്തോഷത്തിൽ അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളിൽ രോഗം കൊണ്ട് വരുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ആഫും ആഫിയത്തും അവരിലും നമ്മളിലും അള്ളാഹു കനിയുമാറാവട്ടെ. മാതാപിതാക്കളും മക്കളുമായി അവരെയും നമ്മളെയും ഈ ദുനിയാവിൽ കണ്ണി ചേർത്തതുപോലെ സ്വർഗ്ഗത്തിലും അവരോടൊത്ത് കണ്ണി ചേരാൻ അവരെയും നമ്മളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ കടമുള്ളവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടി നൽകുമാറാവട്ടെ. രോഗമുള്ളവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ നമ്മുടെ ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم صل وسلم وبارك وأنعم على عبدك ونبيك ورسولك محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله.